ദിവസം അപ്രതീക്ഷിത വിട പറഞ്ഞ സന്തോഷ് പോസ്റ്റ് പങ്കുവച്ചതിനെ പറ്റിയാണ് പലരും ഇപ്പോൾ പറയുന്നത്. മരണം ഏത് രൂപത്തിലും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അദ്ദേഹം മരണത്തെക്കുറിച്ച് പുലർത്തിയിരുന്ന കാഴ്ചപ്പാടുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്തോ അദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്നതുപോലെ അദ്ദേഹം മരിക്കുമെന്നോ അല്ലെങ്കിൽ മരണം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുമെന്നോ അദ്ദേഹത്തിന് എവിടെയോ മനസ്സിലായതുപോലെ അത്തരത്തിലൊരു കാര്യമാണ് ഇപ്പോൾ തോന്നുന്നത്. സാഹസിക രംഗങ്ങൾ ചെയ്യുന്നതിലെ ഭയമില്ലായ്മയെക്കുറിച്ചും സിനിമയോടുള്ള തൻ്റെ അർപ്പണബോധത്തെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഇപ്പോൾ ആരാധകരുടെ കണ്ണ് നിറയിക്കുകയാണ് എന്ന് പറയാം. 1983 ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ എന്ന ചിത്രത്തിൽ ഷൂട്ടിങ്ങിനിടെയുണ്ടായ പരിക്കിനെക്കുറിച്ചും ആ വേദനയുമായി വർഷങ്ങളോളം സിനിമയിൽ തുടർന്നതിനെക്കുറിച്ചും തന്നെ ഒരു അഭിമുഖത്തിൽ അടുത്തിടെ അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു. പുതിയ പ്രതീക്ഷകളെക്കുറിച്ച് വാചാലനാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു സന്തോഷ് ജീവിച്ചിരുന്നത്. സിനിമയിൽ തൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് സന്തോഷ് നായർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഓർമ്മയാകുമ്പോൾ ആ വാക്കുകൾ മലയാള സിനിമയെ വലിയൊരു നഷ്ടത്തിലേക്കാണ് എത്തിക്കുന്നത്. അങ്ങനൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മുടെ മുന്നിലേക്ക് കടന്നു പോവുകയാണ്. മരണത്തെക്കുറിച്ച് പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. പലപ്പോഴും മരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധത്തോടെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അദ്ദേഹത്തിന് എന്തോ അറിയാമായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു കടുപ്പത്തിലേക്കാണ് ഇപ്പോൾ പ്രേക്ഷകരിടയിലേക്ക് പോകുന്നത്. ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ എന്ന ചിത്രത്തിലെ കാലിന് ഒരു അപകടം സംഭവിച്ചു. 1983 അത്. അന്ന് ഫൈറ്റിനിടെ വീണപ്പോൾ സ്ലിപ്പായി. അവിടെ വെച്ചൊരാൾ സെറ്റാക്കി തന്നത് അതുപോലെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അതൊന്ന് ഷേക്കായി ഇളകിയത്. ഇത്രയും കൊല്ലം ഇത് വെച്ച് തന്നെയാണ് ചെയ്തത്. ഓടാൻ പറഞ്ഞാൽ ഓടും, ചാടാൻ പറഞ്ഞാൽ ചാടും, എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഇത് വെച്ച് തന്നെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. വേദന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ്. കാരണം അതൊക്കെ ഞാൻ കടന്നു വന്ന വഴികളാണെന്ന് ഓർമ്മിപ്പിക്കാനുള്ളതാണെന്ന് പറയും. കാലിളക്കിയാൽ പിടിച്ചിടും. എല്ലാം ഇത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളോടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ നോ പറയില്ല. ഞങ്ങളുടെ ടൈമിൽ വന്നവരെല്ലാം ഇങ്ങനെയാണ്. കൈ പൊള്ളിയാൽ അയ്യോ എന്ന് വയ്ക്കാം. അത് റൂമിൽ ചെന്ന് മാത്രം. നമ്മളൊരാൾ സിനിമയ്ക്കായി വിളിക്കുന്നു, ഇത്ര രൂപ വേണമെന്ന് പറയുന്നു, അതവർ തരാമെന്ന് പറയുന്നു. പിന്നെ അവർ ചോദിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാലും ചാടും. ഫൈറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൈക്കും കാലിനും പരിക്കൊക്കെ ഉണ്ടാകും. സൈന്യം എന്ന ചിത്രത്തിന് ഷൂട്ടിങ്ങിനിടെ അയ്യോ ഇവിടെ ഇങ്ങനെ ചാടുമെന്ന് ഹാജ് ചോദിച്ചിരുന്നു. ചാടുന്നവരൊക്കെ ഉണ്ട്. ചാടുന്ന ഒരുത്തനെ കാണിച്ചു തരാമെന്ന് ജോഷിയേട്ടൻ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ വിളിച്ചതും അങ്ങനെ സംസാരിച്ചതുമെല്ലാം അദ്ദേഹം ഇടയ്ക്ക് ഓർത്തു പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.